ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട്ടെ സുപ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ അടിക്കടി തീപിടുത്തമുണ്ടാകുന്നത് വ്യാപാരികളെയും പൊതുജനങ്ങളെയും ആകുലപ്പെടുത്തുന്നു. എല്ലായ്പ്പോഴും ദുരന്തങ്ങൾ നടന്നു കഴിയുമ്പോൾ മാത്രം നിവാരണ മാർഗങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അവ ദൂരീകരിക്കുമ്പോൾ സുരക്ഷയെക്കുറിച്ച് മറക്കുകയും ചെയ്യുന്നത് പതിവാകുന്നു. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ ഇല്ലാത്തത് ആപത്തുകൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രധാന വാർത്തകളിലേക്ക്. തോട്ടം തൊഴിലാളികൾക്ക് 500 രൂപ വേതനം നൽകിയാൽ മേഖല നിശ്ചലമാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രസ്താവന വിവാദമായപ്പോൾ മാന്യമായ വേതനം തോട്ടം തൊഴിലാളികൾക്ക് നൽകണമെന്നാണ് താൻ പറഞ്ഞതെന്ന് മന്ത്രിയുടെ തിരുത്ത്. യുവജനങ്ങളെ മത്സരസജ്ജരാക്കുന്ന കൌശൽ കേന്ദ്ര കോഴിക്കോട്ട് തുടങ്ങി. വർഷത്തിൽ 5000 പേർക്ക് തൊഴിൽ നൽകുന്ന പ്ലേസ്മെന്റ് ലാംഗ്വേജ് അവയർനെസ് പ്രോഗ്രാം ആരംഭിക്കുമെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ. പാളയത്ത് അഗ്നിബാധക്കിരയായ സ്ഥലത്ത് KCB ഉദ്യോഗസ്ഥരുടെ തെളിവെടുപ്പ്. വാർത്തകൾ വിശദമായി. പ്രതിവർഷം 5000 പേർക്ക് തൊഴിൽ നൽകുന്ന പ്ലേസ്മെന്റ് ലാംഗ്വേജ് അവയർനെസ് പ്രോഗ്രാം എന്ന സംരംഭം ആരംഭിക്കുമെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും സ്കിൽ കാർഡുകൾ നൽകുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ കോഴിക്കോട് പബ്ലിക് ലൈബ്രറി നവീകരിച്ച് ആരംഭിച്ച കൌശൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപത്തുള്ള പബ്ലിക് ലൈബ്രറി വികസിപ്പിച്ച് കൌശൽ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പബ്ലിക് ലൈബ്രറി നവീകരണത്തിന്റെ 1ാം ഘട്ടമെന്ന നിലയിലാണ് 1ാം നിലയിൽ കൌശൽ കേന്ദ്ര സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ അധ്യക്ഷനായ ചടങ്ങ് സംസ്ഥാന തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. മാസത്തിനുള്ളിൽ പ്രതിവർഷം 5000 പേർക്ക് തൊഴിൽ നൽകുന്ന പ്ലേസ്മെന്റ് ലാംഗ്വേജ് അവയർനെസ് പ്രോഗ്രാം എന്ന സംരംഭം സ്ഥാപിക്കുമെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ എല്ലാവർക്കും സ്കിൽ കാർഡുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലയിലും കൌശൽ കേന്ദ്ര ആരംഭിക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഗവൺമെന്റ്. കേരളത്തിലെ യുവജനങ്ങളെ അന്താരാഷ്ട്ര തൊഴിൽ കമ്പോളത്തിന് അനുയോജ്യമായി മത്സരസജ്ജരാക്കുന്ന കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കാണ് കൌശൽ കേന്ദ്ര. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് മാനേജിംഗ് ഡയറക്ടർ രാഹുൽ R കൌശൽ കേന്ദ്രയെക്കുറിച്ച് വിശദീകരണം നൽകി. പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായർ മുഖ്യാതിഥിയായ ചടങ്ങിൽ കളക്ടർ പ്രശാന്ത് IAS, മേയർ AK പ്രേമജം, MK രാഘവൻ MP, MLA പ്രദീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, KURDFC ചെയർമാൻ മൊയ്തീൻ കോയ, CDA ചെയർമാൻ NC അബൂബക്കർ, K ബിജു IAS, എഴുത്തുകാരി P വത്സല തുടങ്ങിയവർ സംബന്ധിച്ചു. 500 രൂപ കൂലി നടപ്പാക്കിയാൽ തോട്ടം മേഖല നിശ്ചലമാകുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രതിപക്ഷ നേതാവാണെന്ന് കരുതി VSന് എന്തും പറയാമെന്ന് കരുതേണ്ടെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ട്രേഡ് യൂണിയനുകളെ അടച്ചാക്ഷേപിക്കുന്നത് അരാജകത്വം സൃഷ്ടിക്കും. കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കയ്യടിക്ക് വേണ്ടി 500 രൂപ പ്രഖ്യാപിച്ച് മേഖല നിശ്ചലമായാൽ തോട്ടം തൊഴിലാളികൾ കഷ്ടപ്പെടുമെന്നും താൻ കസേരയിൽ ഇരിക്കണോ എന്ന് തൊഴിലാളികൾ തീരുമാനിക്കട്ടെയെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കയ്യടിക്ക് വേണ്ടി 500 ആളെ പ്രഖ്യാപിച്ചാൽ ഈ മേഖല മൊത്തം നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അന്നേരമാണ് ഈ തൊഴിലാളിക്കാണ് നഷ്ടം. മുതലാളിമാരും ബാക്കിയുള്ളവരും അവരെങ്ങനെയൊക്കെ ജീവിച്ചോളും. അതിനുള്ള കസേരയിൽ ഇരിക്കാൻ അർഹതയുണ്ടോ ഇല്ലയോ അതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് ആ തൊഴിലാളികളോട് ചോദിക്കുക. അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഷിബു ബേബി ജോണിന്റെ പ്രസ്താവനയ്ക്കെതിരെ VS രംഗത്തെത്തിയപ്പോൾ മണിക്കൂറുകൾക്കകം തിരുത്തുമായി മന്ത്രി മാധ്യമങ്ങളെ കണ്ടു. 500 രൂപ കൂലി
കൊടുക്കുന്ന കാര്യത്തിലല്ല, തോട്ടം മേഖലയിലെ പൊതുവെയുള്ള കാര്യത്തിലാണ് തന്റെ ആശങ്കയെന്ന് മന്ത്രി പറഞ്ഞു. കൂലി യാഥാർത്ഥ്യമാക്കാൻ ആരുടെയൊക്കെ സഹായമുണ്ടായാലും അത് സ്വാഗതം ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു. താൻ തൊഴിലാളി വിരുദ്ധമായതൊന്നും ചെയ്തിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അല്ല, നിങ്ങൾ മറ്റ് പലയിടത്തും സമരത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ചോദിച്ചപ്പോൾ ആ സമരത്തിലേക്ക് പോകുന്ന പശ്ചാത്തലം കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആശങ്കയുണ്ട് എന്നുള്ള പൊതുവെ ഈ മേഖല നിലനിൽക്കുന്നതിന്റെ ആശങ്കയെക്കുറിച്ച് ഞാൻ പ്രകടിപ്പിച്ചത്. അല്ലാതെ 500 രൂപ കൂലി എന്ന ഒറ്റ വിഷയമല്ല, പൊതുവെ ഉള്ള തോട്ടം മേഖലയുടെ ഇന്നത്തെ സ്ഥിതി വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ എനിക്കിതിൽ തുറന്ന മനസ്സാണ്. ആരൊക്കെ ഇത് യാഥാർത്ഥ്യമാക്കാൻ 500 കൂടുതൽ യാഥാർത്ഥ്യമാക്കാൻ ആരുടെയൊക്കെ സഹായം ഉണ്ടായാലും അത് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് നഗരത്തിൽ ആവർത്തിക്കുന്ന അഗ്നിബാധ വ്യാപാരികളെയും അധികൃതരെയും ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം പാളയം KV കോംപ്ലക്സിന്റെ 5ാം നിലയിലെ സീസൺസ് മൊത്ത തുണി വ്യാപാര കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. പാളയത്ത് മൊത്തവസ്ത്ര വ്യാപാരക്കടയിലും ഗോഡൌണിലുമായി വൻ തീപിടുത്തമാണ് ഉണ്ടായത്. കടയുടെ ഗോഡൌണിൽ 3 മുറികളിലായി സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിനശിച്ചു. നാശനഷ്ടം കണക്കാക്കി വരികയാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. തിങ്കളാഴ്ച രാത്രി 8:45ഓടെയാണ് പാളയം KV കോംപ്ലക്സിലെ 5ാം നിലയിൽ പ്രവർത്തിക്കുന്ന സീസൺസ് എന്ന കടയുടെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. ഇത് 4ാം നിലയിലെ കടയിലേക്കും പടർന്നു. 8:30ഓടെ കടയടച്ച് ഇവിടെയുണ്ടായിരുന്നവർ പോയ ഉടനെ തന്നെയായിരുന്നു തീപിടുത്തം. തീ ഉയരുന്നത് കണ്ട ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. നിരവധി വസ്ത്രസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ മിക്ക വ്യാപാരികളും കട അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരും ചുമട്ടുതൊഴിലാളികളും ഇവിടെ ഉണ്ടായിരുന്നവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും അടക്കം 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീയണച്ചത്. റാക്കിൽ സൂക്ഷിച്ച വസ്ത്രങ്ങളാണ് കത്തി നശിച്ചവയിൽ അധികവും. വിവരമറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. ഇവരെ പോലീസ് നിയന്ത്രിച്ചു. മന്ത്രി MK മുനീർ, ADGP N ശങ്കർ റെഡ്ഡി, ജില്ലാ പോലീസ് മേധാവി PA വത്സൻ, സബ് കളക്ടർ ഹിമാൻഷു കുമാർ റായ്, അസിസ്റ്റന്റ് കളക്ടർ രോഹിത് മീണ, തഹസിൽദാർ രോഷ്നി നാരായണൻ, സൌത്ത് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർമാർ, സർക്കിൾ ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി. തീപിടുത്തം സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സബ് കളക്ടർ ഹിമാൻഷു കുമാർ റായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. KSEB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലും അന്വേഷണം ആരംഭിച്ചു. ഡെപ്യൂട്ടി എഞ്ചിനീയർ TK ശ്രീജിയുടെ നേതൃത്വത്തിൽ KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കാലവർഷത്തിന്റെ ലഭ്യതയിൽ 40% കുറവ് വന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡിംഗോ ഉണ്ടാവില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കോഴിക്കോട്ടെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി കക്കയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ഹെവൻ ബോട്ടിംഗ് ആൻഡ് റിക്രിയേഷൻസ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാലവർഷത്തിന്റെ ലഭ്യതയിൽ 40% കുറവ് വന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് ഇക്കൊല്ലവും വരും വർഷങ്ങളിലും പവർ കട്ടോ ലോഡ് ഷെഡിംഗോ ഉണ്ടാവില്ലെന്ന് ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കക്കയത്ത് മലബാർ ഹെവൻ ബോട്ടിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൗഢോജ്വലമായ ഈ ധന്യ സാന്നിധ്യത്തിന് സാക്ഷികളായ മുഴുവൻ സുമനസുകളെ സ്നേഹാദരപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. 2016 വരെയും അതിനുശേഷമുള്ള 30 വർഷത്തേക്കും സംസ്ഥാനത്തിനാവശ്യമായ 1750 മെഗാവാട്ട് അധിക വൈദ്യുതി ലഭ്യമാക്കാൻ പുറമേ നിന്നുള്ള വൈദ്യുതി വിതരണക്കാരുമായി കരാർ ഉണ്ടാക്കി കഴിഞ്ഞതിനാലാണിത്. ദീർഘകരാറായതിനാൽ യൂണിറ്റിന് 4.17 പൈസ നിരക്കിലാണ് ഇത് ലഭ്യമാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. പുരുഷൻ കടലുണ്ടി MLA അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മണി, കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഗസ്റ്റിൻ കാരക്കട, കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഡയറക്ടർ ഇൻചാർജ് R രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീതാ ചന്ദ്രൻ, വാർഡ് മെമ്പർ സാലിയാമ്മ ജെയിംസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പോളി കാരക്കട, ഉണ്ണികൃഷ്ണൻ, OK മുഹമ്മദ്, ചന്ദ്രൻ മാസ്റ്റർ, രാജേഷ് കായണ്ണ, അരുൺ ജോസ്, തോമസ് പീറ്റർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി ജോസ് ചെറുവള്ളിൽ, CV നന്ദൻ, TR സുരേഷ് എന്നിവർ സംസാരിച്ചു. ബോട്ടിംഗ് സെന്റർ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഹൈഡൽ ടൂറിസം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സുരേഷ് കുമാർ, ഹൈഡൽ ടൂറിസം വിഭാഗം ഉദ്യോഗസ്ഥന്മാരായ P മുഹമ്മദ് ഷാഫി, KK സുരൻ എന്നിവർക്ക് പ്രവർത്തന മികവ് പരിഗണിച്ച് ഗുഡ് സർവീസ് എൻട്രിയും 10,000 രൂപ പാരിതോഷികവും മന്ത്രി പ്രഖ്യാപിച്ചു. ഇവർക്ക് പുറമെ നിർമ്മാണ കരാറുകാരൻ KA സജിക്കും മന്ത്രി ഉപഹാരം നൽകും. വിനോദത്തോടൊപ്പം വിജ്ഞാനവും ചരിത്രവും സമ്മേളിക്കുന്ന ഹൈഡൽ ടൂറിസം ഇനി കോഴിക്കോട്ടുകാർക്ക് അനുഭവിച്ചറിയാം. വിദേശ ആഭ്യന്തര സഞ്ചാരികളുടെ ഭൂപടത്തിൽ ഇനിയും ഇടം നേടിയിട്ടില്ലാത്ത കക്കയം താഴ്വരയിലാണ് പുതിയ വിനോദസഞ്ചാര ചരിത്രം കുറിക്കുന്നത്. ബോട്ടിംഗ് സെന്ററും സൌകര്യങ്ങളും സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. പ്രകൃതി ഭംഗിയിൽ കുളിച്ചു നിൽക്കുന്ന ചെറുമലകളാൽ ചുറ്റപ്പെട്ട കക്കയം ഡാമിന്റെ താഴെ ഭാഗത്തെ ജലനിരപ്പിലൂടെയുള്ള ഉല്ലാസയാത്രയ്ക്കായി ആദ്യഘട്ടത്തിൽ 2 സ്പീഡ് ബോട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഡ്രൈവറെ കൂടാതെ 5 പേർക്ക് 15 മിനിറ്റ് നേരം യാത്ര ചെയ്യാൻ ഒരു ട്രിപ്പിന് 275 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും അടങ്ങിയതാണ് ബോട്ടുകൾ. 6 കോടി ചിലവ് വരുന്ന ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ടമെന്ന നിലയിൽ 50 ലക്ഷം രൂപ ചിലവിലാണ് ബോട്ടിംഗ് സംവിധാനം ഒരുക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ കഫറ്റീരിയ, ശുചിമുറികൾ തുടങ്ങിയ സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
കക്കയം ഹൈഡൽ ടൂറിസം പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇവിടേക്കുള്ള റോഡ് വികസിപ്പിക്കും. KICBയുടെ 12 ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് സന്ദർശകർക്കായി വാടകയ്ക്ക് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളിലെ അണക്കെട്ടുകളും ജലാശയങ്ങളും ബോട്ടിംഗ് സൌകര്യങ്ങളും ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് കക്കയം താഴ്വരയിൽ ബോട്ടിംഗ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതി ഉദ്ഘാടനത്തോടെ പ്രകൃതി സംരക്ഷണവും സന്തുലിതാവസ്ഥയും ഉറപ്പുവരുത്തി നടപ്പാക്കുന്ന ഹൈഡൽ ടൂറിസത്തിന്റെ പ്രധാന ഭാഗമാകുവാൻ ഉത്തര കേരളത്തിനും അവസരമൊരുക്കുകയാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞു സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 കണ്ടിട്ട് അതിൽ നിന്ന് 1 തെരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണമെന്നല്ലേ? കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കാം 1000 ഡിസൈനുകളിൽ നിന്ന്. അതാ പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വോച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. 30ാമത് സംസ്ഥാന സബ് ജൂനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 19-ന് MK രാഘവൻ MP ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. മുൻകാലങ്ങളിൽ റിംഗ് ടെന്നീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കായിക ഇനമാണ് ടെന്നിക്കോയ്. ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഈ മത്സര ഇനത്തിൽ നിലവിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കേരളത്തിനാണ്. 30ാമത് സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ T. ദാമോദരൻ മാസ്റ്റർ നഗറിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 19 രാവിലെ തുടങ്ങും. 3 മണിക്കാണ് ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടന പരിപാടി നടക്കുന്നത്. അതായത് 14 ജില്ലകളിൽ നിന്നായി 28 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ 200ഓളം കായിക താരങ്ങളും 50ഓളം ഒഫീഷ്യൽസും പങ്കെടുക്കും. മത്സരങ്ങൾ സിംഗിൾസ്, ഡബിൾസ്, ഇൻഡിവിജ്വൽ ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലായാണ് നടക്കുന്നത്. ബേപ്പൂരിൽ ആദ്യമായി നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 19-ന് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ MKA സലീം, ഓർഗനൈസിംഗ് സെക്രട്ടറി UP സാബിറ, ബേപ്പൂർ GHSS PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിലെ മുഴുവൻ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാർക്കും 2 വർഷത്തെ വെയിറ്റേജ് അനുവദിക്കുക, വെയിറ്റേജ് കണക്ക് കൂട്ടുന്നതിലുള്ള അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാർ PF ഓഫീസ് ധർണ നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തിയ ധർണാ സമരം കോഴിക്കോട്ട് PF ഓഫീസിന് മുന്നിൽ INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 58 വയസ്സ് കഴിഞ്ഞ് 2009 ജൂലൈ 24-ന് മുൻപ് പിരിയുകയും 20 വർഷത്തെ പ്രൊഫഷണൽ സർവീസ് ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നതാണ് വെയിറ്റേജ് അനുവദിക്കുന്നതിനുള്ള ഇപ്പോഴത്തെ മാനദണ്ഡം. ഇത് തികച്ചും പ്രതിഷേധാർഹമാണെന്ന് PF പെൻഷൻസ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു.
സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ചാണ് വെയിറ്റേജ് അനുവദിച്ചത്. എന്നാൽ വെയിറ്റേജ് അനുവദിച്ച് ഉത്തരവിറങ്ങി 2 വർഷമായിട്ടും കേരളത്തിൽ മാത്രം കൊല്ലം ജില്ലാ ഓഫീസ് ഒഴികെയുള്ള ഓഫീസുകളിൽ മാത്രമായി നിലവിലുള്ള മാനദണ്ഡമനുസരിച്ച് തന്നെ 29,701 പേർക്ക് ഇനിയും വെയിറ്റേജ് ലഭിച്ചിട്ടില്ല. 2009 ജൂലൈ 27 ശേഷം പിരിഞ്ഞ മുഴുവൻ പെൻഷൻകാർക്കും വെയിറ്റേജ് അനുവദിക്കുക, ചുരുങ്ങിയ പെൻഷൻ 6,500 രൂപയും ക്ഷാമബത്തയും അനുവദിക്കുക, പെൻഷൻകാരെ സ്വാശ്രയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചികിത്സാ സൌകര്യം അനുവദിക്കുക, ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ PF ഓഫീസ് ധർണാ സമരം INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കിട്ടേണ്ട അർഹമായ ആനുകൂല്യം എങ്ങനെ കിട്ടാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അതിലുണ്ട് എന്നാണ് എന്നെപ്പോലുള്ളവർക്ക് തോന്നിപ്പോകുന്നത്. പ്രസിഡന്റ് K പവിത്രൻ, സെക്രട്ടറി M ധർമ്മജൻ, ട്രഷറർ VK ചന്ദ്രൻ, TP ഉണ്ണിക്കുട്ടി, ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർണാ സമരത്തിൽ നിരവധി PF പെൻഷൻകാരും തൊഴിലാളികളും പങ്കെടുത്തു. കള്ളുചെത്ത് തൊഴിലാളികളുടെ പെൻഷൻ 1000 രൂപയാക്കുക, കള്ളുചെത്ത് വ്യവസായം സംരക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കള്ളുചെത്ത് തൊഴിലാളികൾ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചെത്തു തൊഴിലാളികളുടെ പെൻഷൻ മിനിമം 1000 രൂപയാക്കുക, കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കുക, ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഫെഡറേഷൻ സമരരംഗത്ത് ഇറങ്ങിയത്. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ അണിചേർന്നു. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റുകൾക്ക് തന്നെ പെൻഷൻകാരെ ഇന്നൊരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുക. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും ശരി, സംസ്ഥാന ഗവൺമെന്റ് ആയാലും ശരി, പെൻഷൻകാര് ഇന്നൊരു ശല്യമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്നാണ്. ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം T ചാത്തു അധ്യക്ഷനായിരുന്നു. MA ഷാജി, C അശോകൻ എന്നിവർ സംസാരിച്ചു. AV സദാശിവൻ, KK മോഹനൻ, MP മംഗളാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആനുകൂല്യ വിതരണ മേളയും സംഘടിപ്പിച്ചു. കണ്ടംകുളം ജൂബിലി ഹാളിൽ കോർപ്പറേഷൻ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ കോഴിക്കോട് ജില്ലയിലെ കർഷക തൊഴിലാളികളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC തത്തുല്യ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണോദ്ഘാടനവും ആനുകൂല്യ വിതരണവും തളി ജൂബിലി ഹാളിൽ നടന്നു. മേയർ AK പ്രേമജം വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം മുരുകേശൻ പിള്ള അധ്യക്ഷനായിരുന്നു. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് റംല EH, DKTF ജില്ലാ പ്രസിഡന്റ് ശ്രീധരൻ മേനാച്ചേരി, BKMU ജില്ലാ പ്രസിഡന്റ് ചൂലൂർ നാരായണൻ, PC രാജൻ, രവീന്ദ്രൻ, NS രവി, അരീക്കോത്ത് രാജൻ, VP സരളാദേവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇൻകം ടാക്സ് ജീവനക്കാർ ഓഫീസിന് മുന്നിൽ പൂർണ്ണദിന ധർണ നടത്തി. അഡീഷണൽ കമ്മീഷണർ MV രുദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് ആക്ഷൻ ഓഫ് കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇൻകം ടാക്സ് എംപ്ലോയീസ് ഫെഡറേഷനും ഇൻകം ടാക്സ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി ജോയിന്റ് കൌൺസിൽ ഓഫ് ആക്ഷൻ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഓഗസ്റ്റ് 31 മുതൽ നടത്തുന്ന സമരപരിപാടിയിലെ പൂർണ്ണദിന ധർണയാണ് നടത്തിയത്. അഡീഷണൽ കമ്മീഷണർ MV രുദ്രൻ ഉദ്ഘാടനം ചെയ്തു. ITGOA സെക്രട്ടറി VM ജയദേവൻ, ITEF ജോയിന്റ് സെക്രട്ടറി K സുരേഷ് എന്നിവർ വിശദീകരണം നടത്തി. സംഘടനാ ഭാരവാഹികളായ രാജേഷ്, KM അശോക് കുമാർ, K രാജേഷ്, രാജ്മോഹൻ, മുരളി, K നാരായണൻ എന്നിവർ സംസാരിച്ചു. കള്ളനോട്ട് നിർമ്മാണ സംഘ തലവനും കൂട്ടാളികളും പോലീസ് പിടിയിൽ. 9 ലക്ഷം രൂപയുടെ കള്ളനോട്ടും നോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതികളെ വലയിലാക്കിയത്. കള്ളനോട്ട് നൽകി വിദേശ മദ്യം വാങ്ങാൻ ശ്രമിക്കവേ തലയാട് സ്വദേശി പിടിയിലായ സംഭവവുമായി ബന്ധപ്പെട്ട് കള്ളനോട്ട് നിർമ്മാണ ശൃംഖലയിലെ മുഖ്യ കണ്ണിയടക്കം 4 പേരെ 10 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടടക്കം നിർമ്മാണ സാമഗ്രികളും സഹിതം കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ഈരാറ്റുപുഴ സ്വദേശി പുത്തൻവീട്ടിൽ ഗോൾഡ് ജോസഫ്, എരുമേലി വടക്കുകാവുപുരയ്ക്കൽ അനൂപ് ബാലകൃഷ്ണൻ, ഈരാറ്റുപേട്ട പനച്ചിപ്പാറ തുണ്ടത്തിൽ വീട്ടിൽ മോഹൻ ശശി എന്ന സജി, കാസർഗോഡ് കാഞ്ഞങ്ങാട് കല്ലഞ്ചിറ മുക്കോട്ടിൽ ഷിഹാബ് അബൂബക്കർ എന്നിവരാണ് വിവിധ ദിവസങ്ങളിലായി പിടിയിലായത്. കസബ പ്രിൻസിപ്പൽ SI S സജീവ്, അഡീഷണൽ SIമാരായ P വിമോദ്, D പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ തന്ത്രപരമായ നീക്കത്തിലാണ് മുഖ്യപ്രതിയടക്കം കുടുങ്ങിയത്.
ഓണത്തിരക്കിനിടയിൽ കോഴിക്കോട് പാവമണി റോഡിലെ വിദേശമദ്യ വിൽപ്പനശാലയിൽ 1000ന്റെ കള്ളനോട്ട് നൽകി മദ്യം വാങ്ങാൻ ശ്രമിച്ച തലയാട് ചെറിയ മണിച്ചേരി ബിജുവിനെ ഓഗസ്റ്റ് 26 ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. പോലീസ് നടത്തിയ ദേഹപരിശോധനയിൽ ഇയാളിൽ നിന്ന് 1000ന്റെ 9 കള്ളനോട്ടുകൾ കണ്ടെടുത്തിരുന്നു. കണ്ടാൽ കള്ളനോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിനാൽ കടകളിലും മദ്യഷാപ്പുകളിലും ചീട്ടുകളി സംഘത്തിനും നൽകിയാണ് ചെലവഴിക്കുക. സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സന്റെ നിർദ്ദേശപ്രകാരം സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച സ്പെഷ്യൽ സ്ക്വാഡിൽ 3 SIമാർക്ക് പുറമെ സിവിൽ പോലീസ് ഓഫീസർമാരായ മഹേഷ് ബാബു, അരവിന്ദൻ, അനിൽകുമാർ, മനോജൻ, മുരളി എന്നിവരുമുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഗോൾഡ് ജോസഫിനെ റിമാൻഡ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച അനൂപിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി നഗരസഭയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ കാലതാമസം ഒഴിവാക്കി സുതാര്യമാക്കുന്നതിനു വേണ്ടി നഗരസഭ സ്ഥാപിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ N. പ്രശാന്ത് നിർവഹിച്ചു. കൊയിലാണ്ടി നഗരസഭയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ കാലതാമസം ഒഴിവാക്കി സുതാര്യമാക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ N. പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ K. ശാന്ത അധ്യക്ഷം വഹിച്ചു. വൈസ് ചെയർമാൻ T. K. ചന്ദ്രൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T. K. രാജേഷ്, P. K. ബാലകൃഷ്ണൻ, K. A. ഇന്ദിര, O. ഓമന, പ്രതിപക്ഷ നേതാവ് P. രത്നവല്ലി, VP ഇബ്രാഹിംകുട്ടി, V. K. ജയൻ, V. സുധാകരൻ, V. സത്യചന്ദ്രൻ, അഡ്വക്കേറ്റ് S. സുനിൽ മോഹൻ, സ്റ്റാഫ് സെക്രട്ടറി K. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപക അവാർഡ് ജേതാവ് ബീന, കൃഷി അസിസ്റ്റന്റ് രജീഷ് കുമാർ എന്നിവർക്ക് ഉപഹാരം നൽകി. മുനിസിപ്പൽ എഞ്ചിനീയർ മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടകര KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിനോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ KSRTEA ജില്ലാ സെക്രട്ടറി CA പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ഗാരേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ജീവനക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഗാരേജിൽ പകൽ സമയം മുഴുവൻ മാസ്റ്റർ ഡ്യൂട്ടി പുനഃസ്ഥാപിക്കുക, മുഴുവൻ സമയ ഷെൻഡിംഗ് ഡ്യൂട്ടി ഡ്രൈവർമാരെ നിയമിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSRTC തൊഴിലാളികൾ വടകര ഗാരേജിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. KSRTA ജില്ലാ സെക്രട്ടറി CA പ്രമോദ് ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. VM ശശി അധ്യക്ഷനായിരുന്നു. രാജൻ മൂരാട്, ഷാജി പുന്നേരി, CM രാജൻ, CK ജയരാജൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. KP കുഞ്ഞിമൂസ രചിച്ച VM കൊറാത്ത് ജീവിതം ഒരു തപസ്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മൈത്രി ഫോറം മലപ്പുറം P. മൂസ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ P. ചന്ദ്രശേഖരൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. KP കുഞ്ഞിമൂസ എഴുതിയ VM കൊറാത്ത് ജീവിതം ഒരു തപസ്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. P. ചന്ദ്രശേഖരൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂരിന് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ബിബ്ലിയോതെറപ്പിയുടെ ഉദ്ഘാടനം എഴുത്തുകാരൻ PR നാഥൻ നിർവഹിച്ചു. KP കുഞ്ഞിമൂസയുടെ നേതൃത്വത്തിൽ വ്യാപാരഭവനിൽ പ്രവർത്തിക്കുന്ന മൈത്രി ഫോറത്തിലാണ് ബിബ്ലിയോതെറപ്പി ആരംഭിക്കുന്നത്. രോഗികൾക്കും പ്രായമായവർക്കും പുസ്തകങ്ങൾ നൽകും. നല്ല പുസ്തകത്തിലൂടെ ആരോഗ്യം തിരികെ പിടിക്കാം എന്നതാണ് ലക്ഷ്യം. പ്രൊഫസർ AP സുബേർ, P. ബാലകൃഷ്ണൻ, N. രാജേഷ്, VE ബാലകൃഷ്ണൻ, ഭാസി മലാപ്പറമ്പ്, പൂനൂർ K. കരുണാകരൻ, MP മൊയ്തീൻ, PKK തങ്ങൾ എന്നിവർ സംസാരിച്ചു. മാത്തോട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്റ്റുഡന്റ്സ് ഓൺലി സൌജന്യ ബസ് സർവീസ് ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം നടപ്പാക്കാനൊരുങ്ങുന്ന ഓപ്പറേഷൻ സവാരി ഗിരിഗിരിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബസ് സർവീസ് ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൌജന്യ ബസ് യാത്രയൊരുക്കുകയാണ് നമ്മുടെ മാത്തോട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ബേപ്പൂർ സിറ്റി ബസ് സ്റ്റാൻഡിലോടുന്ന ബിസ്മി ബസ് രാവിലെയും വൈകിട്ടും കുട്ടികൾക്കായി സൌജന്യ സർവീസ് നടത്തും. രാവിലെ 8:45 അരക്കണറിൽ നിന്നും പുറപ്പെടും. വിസ്ഡം കോളേജ്, വിജിത് സലഫി കോളേജ്, മാത്തോട്ടം ജുമാ മസ്ജിദ്, LP സ്കൂൾ എന്നീ സ്റ്റോപ്പുകളിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റി മാനഞ്ചിറ BM സ്കൂൾ വരെ പോകും. ഇതിനിടയിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ കയറാം. വൈകിട്ട് 3:50 രണ്ടാമത്തെ ട്രിപ്പ്. മാനാഞ്ചിറയിൽ നിന്നും പുറപ്പെട്ട് ബേപ്പൂരിൽ സർവീസ് അവസാനിപ്പിക്കും. ഇതിനിടയിലുള്ള ഏത് സ്കൂളിലെ കുട്ടികൾക്കും ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാം. അസിസ്റ്റന്റ് കളക്ടർ രോഹിത് മീരാൻ ആദ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാബിർ PM അധ്യക്ഷനായിരുന്നു. CDA ചെയർമാൻ NC അബൂബക്കർ, കൌൺസിലർമാരായ T. ഹസൻ, KK സൈഫുനിസ, ബസ് ഉടമ പ്രതിനിധി റഫീഖ് അഹമ്മദ്, മിർഷാദ് ഖാൻ, സുഭാഷ്, ഉമ്മർ കാഞ്ഞിരിങ്ങൽ, MI മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
8ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്കും UP സ്കൂൾ വരെയുള്ള ആൺകുട്ടികൾക്കുമാണ് സേവനം ലഭ്യമാവുക. 1300 രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ ഓരോ മാസവും പണം മുൻകൂറായി ബസ് ഉടമയെ ഏൽപ്പിക്കും. പ്രവാസികൾ ഉൾപ്പെടെ 100 പേരാണ് അംഗങ്ങൾ. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറും കലയുടെ പ്രസിഡന്റുമായിരുന്ന P. കുട്ടിക്കൃഷ്ണൻ നായരുടെ 16ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ പ്രൊഫസർ ഹമീദ് ചേന്തമംഗല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മേയർ കോളിയോട്ട് ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയർ P. കുട്ടിക്കൃഷ്ണൻ നായരെ കലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. മുൻ മേയർ കോളിയോട്ട് ഭരതൻ ഉദ്ഘാടനം ചെയ്തു. മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹമീദ് ചേന്തമംഗല്ലൂർ പ്രഭാഷണം നടത്തി. നെഹ്റുവിന് ശേഷം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി രാജ്യത്തെ പ്രധാനമന്ത്രിമാരൊന്നും ഗുണപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന് ഹമീദ് ചേന്തമംഗല്ലൂർ പറഞ്ഞു. നെഹ്റുവിന് ശേഷം ഇന്ത്യയിലെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കപ്പെടുന്നു. ഇടതു മതേതര പാർട്ടികൾ പോലും മതനിരപേക്ഷതയിൽ വെള്ളം ചേർത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ കലാപ്രസിഡന്റ് തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ P. കിഷൻ ചന്ദ്, EV ഉസ്മാൻ ഗോയ, K. വിജയരാഘവൻ, അഡ്വക്കേറ്റ് KP അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. വടകരയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് STU പ്രവർത്തകർ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മുനിസിപ്പൽ കൌൺസിലർ TI നാസർ ഉദ്ഘാടനം ചെയ്തു. വടകര മുനിസിപ്പാലിറ്റിയിലെ പഴങ്കാവ് റോഡ്, ശിവാനന്ദ വിലാസം റോഡ്, CM ഹോസ്പിറ്റൽ റോഡ്, സഹകരണ ഹോസ്പിറ്റൽ റോഡ്, 110 സബ്സ്റ്റേഷൻ, ഇടതുവലത് റോഡ് തുടങ്ങി ടൌണിലെ 10ഓളം റോഡുകളാണ് ശോചനീയാവസ്ഥയിലുള്ളത്. ഈ റോഡുകളിലെ റീടാറിംഗ്, അറ്റകുറ്റപ്പണികൾ ഉടനെ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് STU തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. E. ഹംസ, അഷ്റഫ് മുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് മുനിസിപ്പൽ കൌൺസിലർ TI നാസർ ഉദ്ഘാടനം ചെയ്തു. A. ഫൈസൽ, അനസ് K. ഷെരീഫ്, E. ആസിഫ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവത്തിൽ ജേതാക്കളായ പ്രതിഭകളെ അനുമോദിച്ചു. അക്ഷരം സാംസ്കാരിക വേദിയും മൂവി മാജിക് ക്ലബ്ബുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൗൺഹാളിൽ MP അബ്ദുൾ സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ദേവഗിരി കോളേജിലെ കലാപ്രതിഭകൾക്കും ടെലിവിഷൻ രംഗത്തെ കലാകാരന്മാർക്കും വിവിധ റിയാലിറ്റി ഷോകളിലെ വിജയികൾക്കും അക്ഷരം സാംസ്കാരിക വേദി, ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസ്, മൂവി മാജിക് ഫിലിം അക്കാദമി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ടൗൺ ഹാളിൽ ഉത്സവമേളം എന്ന് പേരിട്ട നൃത്ത സംഗീത ഹാസ്യ വിരുന്നിൽ പുരുഷൻ കടലുണ്ടി MLA അധ്യക്ഷം വഹിച്ചു. MP അബ്ദുൾ സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. ഉപഹാരം നൽകുന്നത് ഡോക്ടർ ഷാവുൽ ഖദീറാണ്. മൂവി മാജിക് ഫിലിം അക്കാദമിയുടെ MD ആണ് അദ്ദേഹം. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ശ്രീ ബിമൽ ചസി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇനി എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരിക്കുക. PV ഗംഗാധരൻ, സംഘാടക സമിതി ചെയർമാൻ റഹീം പൂവട്ടപറമ്പ്, വിനോദ് കോവൂർ, ഡോക്ടർ ഷാവുൽ ഹമീദ്, പരീത് കണ്ണകണ്ടി, MV കുഞ്ഞാമു, P. വിജയരാജ്, ബോബിഷ് കുന്നത്ത്, ബിമൽ ചസി, അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ. അതിരുകളില്ലാത്ത സൌഹൃദത്തിന് വേദിയൊരുക്കി നമ്മുടെ കോഴിക്കോട് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. 2 ലക്ഷം അംഗങ്ങളുള്ള കൂട്ടായ്മ എന്ന നിലയിലാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഇതോടെ രാജ്യത്തെ ഏറ്റവും അംഗങ്ങളുള്ള സൈബർ സൌഹാർദ്ദ കൂട്ടായ്മയിലൊന്നായി നമ്മുടെ കോഴിക്കോട്. വെർച്വൽ കൂട്ടായ്മ എന്ന നിലയിൽ നിന്നും മാറി മാതൃകാപരമായ സേവന പ്രവർത്തികൾ അംഗങ്ങൾ നേരിട്ടേറ്റെടുത്ത് നടത്തുന്ന പ്രത്യേകതയും ഗ്രൂപ്പിനുണ്ടെന്ന് സ്ഥാപകൻ രോഹിത് തയ്യിൽ പറഞ്ഞു. അഖില കേരള വിശ്വകർമ്മ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല വിശ്വകർമ്മ ദിനാഘോഷം ഉദ്ഘാടനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ആദരിക്കലും സെപ്റ്റംബർ 17 കോഴിക്കോട് ശിക്ഷക് സദനിൽ K. മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് P. ഗോപിനാഥൻ ആശാരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പ്രമുഖ ചിത്രകാരൻ മാധവ് ശങ്കർ, ജ്യോതിഷ വാസ്തു അവാർഡ് ജേതാവ് ശ്രീനിവാസൻ ആചാരി തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോട്ടം തൊഴിലാളികൾക്ക് 500 രൂപ വേതനം നൽകിയാൽ മേഖല നിശ്ചലമാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രസ്താവന വിവാദമായപ്പോൾ മാന്യമായ വേതനം തോട്ടം തൊഴിലാളികൾക്ക് നൽകണമെന്നാണ് താൻ പറഞ്ഞതെന്ന് മന്ത്രിയുടെ തിരുത്ത്. യുവജനങ്ങളെ മത്സരസജ്ജരാക്കുന്ന കൌശൽ കേന്ദ്ര കോഴിക്കോട്ട് തുടങ്ങി. വർഷത്തിൽ 5000 പേർക്ക് തൊഴിൽ നൽകുന്ന പ്ലേസ്മെന്റ് ലാംഗ്വേജ് അവയർനെസ് പ്രോഗ്രാം ആരംഭിക്കുമെന്ന് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ. പാളയത്ത് അഗ്നിബാധക്കിരയായ സ്ഥലത്ത് KCB ഉദ്യോഗസ്ഥരുടെ തെളിവെടുപ്പ്.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.